ഞാൻ ഇന്നലെ ദൃശ്യമാധ്യമങ്ങളിൽ തൃശ്ശൂർ ലത്തീൻ പള്ളിയിലെ ഓശാന പെരുന്നാൾ ചടങ്ങുകളിൽ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി കുരുത്തോലയും പിടിച്ച് വിശ്വാസികളോടൊപ്പം പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുന്നത് കണ്ടു. രാവിലെ തന്നെ പള്ളിയിലെത്തിയ സുരേഷ് ഗോപി കുരുത്തോലയുമേന്തി പ്രദക്ഷിണത്തിൽ പങ്കെടുത്ത വിശ്വാസികളോട് കുശലാന്വേഷണം നടത്തുകയും ഞാൻ നിങ്ങളിലൊരാളാണെന്നും ഈ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുന്നയാളാണെന്നും വിശ്വസിക്കുന്ന ആളാണെന്നും നിങ്ങളെല്ലാവരും എനിക്ക് വോട്ട് ചെയ്യണമെന്നും പറയാതെ പറഞ്ഞുകൊണ്ട് വിശ്വാസികളോട് ക്ഷേമാന്വേഷണം നടത്തുകയും ചെയ്തു. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ചില സംശയങ്ങളുണ്ട്. സുരേഷ് ഗോപി നല്ലൊരു നടനാണെന്ന് നമുക്കറിയാം, നല്ല നടൻ തന്നെയാണ്. അഭിനയിക്കാൻ കൃത്യമായി പുള്ളി ആരും പഠിപ്പിക്കേണ്ട, ഡ്യൂപ്പില്ലാതെ അദ്ദേഹം ഏത് റോളും അഭിനയിക്കും. അത് നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുണ്ട്. ഇന്നലത്തെ ദിവസത്തെ പ്രത്യേകത അറിഞ്ഞിട്ടാണോ താങ്കൾ ഈ ചടങ്ങിലൊക്കെ പങ്കെടുത്തത്? എൻ്റെ ഒരു സംശയമാണ്. വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ചാണ് ക്രൈസ്തവ വിശ്വാസികൾ ഇന്നലെ ഓശാന ഞായർ ആചരിച്ചത്. ഈ ഒരാഴ്ച വിശുദ്ധ വാരമാണ്, കഷ്ടാനുഭവ ആഴ്ച. കുരിശുമരണത്തിന് മുമ്പായി യേശു അവസാനമായി ജെറുസലമിലേക്ക് എത്തിയതിൻ്റെ ഓർമ്മ ആചരിക്കുന്ന ദിവസമായിരുന്നു ഇന്നലെ. വിനീതനായി കഴുതക്കുട്ടിയുടെ പുറത്തേറി ജെറുസലേമിലേക്ക് വന്ന യേശുവിനെ ഓശാന വിളികളുമായാണ് ജനക്കൂട്ടം എതിരേറ്റത്. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഓശാന ഞായറായി ആചരിക്കുന്നത്. ഇതൊരു പക്ഷേ ഗൂഗിളിലൊക്കെ തപ്പിയാൽ അറിയാൻ സാധിക്കും, ആർക്കും വായിക്കാം, മനസ്സിലാക്കാം. അങ്ങനെയൊക്കെ അറിഞ്ഞു കാണുമായിരിക്കും സുരേഷ് ഗോപി. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സ്ഥാനാർത്ഥി ആയതുകൊണ്ടല്ലേ ഇതിൽ പങ്കെടുത്തത്? കഴിഞ്ഞ തവണത്തെ ഓശാന ഞായറാഴ്ചയും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ലോകത്ത് എവിടെയാണെങ്കിലും ഇന്നലെ പള്ളികളിൽ ഓശാനയായിരുന്നു. ഒരിടത്തും പങ്കെടുത്തതായി ഒരു മാധ്യമങ്ങളിലും കണ്ടില്ല, അതായത് കഴിഞ്ഞ വർഷം. അപ്പോൾ ക്രൈസ്തവരുടെ കണ്ണിൽ പൊടിയിടുകയായിരുന്നു ഇന്നലെ. അതുപോലെ എൻ്റെ സുഹൃത്ത് ബിനു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വളരെ ശ്രദ്ധേയമായ ഒരു കുറിപ്പ് കണ്ടിരുന്നു. അതിൽ ചില ചോദ്യങ്ങളുണ്ട്. ക്രിസ്ത്യാനികളെ വംശീയോന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകനും തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപി കുരുത്തോലയുമേന്തി ഓശാന ഞായർ ആഘോഷിക്കുന്നത് കണ്ടു. കുരുത്തോലയും പിടിച്ചു നടക്കുന്ന സുരേഷ് ഗോപിയെ കണ്ടപ്പോൾ അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ ചോദിക്കണമെന്ന് തോന്നി. അതിവിടെ ചോദിക്കുകയാണെന്നും പറഞ്ഞാണ് കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. താങ്കൾ നിലകൊള്ളുന്ന പ്രസ്ഥാനം കാരണം, അഥവാ സംഘപരിവാർ കാരണം രാജ്യത്തെ ക്രിസ്ത്യാനികൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് 2023 ഫെബ്രുവരിയിൽ ക്രൈസ്തവ സംഘടനകൾ അങ്ങ് ഡൽഹിയിൽ ജന്തർ മന്ദറിൽ അണിനിരന്നുകൊണ്ട് ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നത് സുരേഷ് ഗോപി അറിഞ്ഞിരുന്നോ എന്തോ? താങ്കൾ ഉൾപ്പെടുന്ന ഹിന്ദുത്വവാദികൾക്കെതിരെ ക്രൈസ്തവർക്ക് ഗതികെട്ട് തെരുവിലിറങ്ങേണ്ട സാഹചര്യമുണ്ടായത് എന്തിനാണെന്ന് സുരേഷ് ഗോപിക്ക് അറിയാമോ? ക്രിസ്ത്യാനികൾക്കെതിരെ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഇന്ത്യയിൽ 1000-ലധികം ആക്രമണങ്ങളാണ് നടന്നതെന്ന് ക്രൈസ്തവ സമൂഹം തെരുവിലിറങ്ങി വിളിച്ചു പറഞ്ഞത് സുരേഷ് ഗോപി കേട്ടിരുന്നു. 2014 രാജ്യത്ത് മൊത്തമായി 127 ആക്രമണങ്ങൾ ക്രിസ്ത്യാനികൾക്കെതിരെ നടന്നപ്പോൾ 2022 ഉത്തർപ്രദേശിൽ മാത്രം 187 ആക്രമണങ്ങൾ ക്രിസ്ത്യാനികൾക്കെതിരെ നടന്നതായി ക്രൈസ്തവ സംഘടനകൾ കണക്കുകൾ നിരത്തി വിളിച്ചു പറഞ്ഞത് സുരേഷ് ഗോപി കേട്ടിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യയിൽ ക്രിസ്ത്യൻ സമൂഹത്തിന് 5 തവണ മാത്രമേ ഡൽഹിയിൽ സമരം ചെയ്യേണ്ടി വന്നിട്ടുള്ളൂവെന്നും, എന്നാൽ അന്നൊന്നും ഉന്നയിക്കാത്ത വിഷയങ്ങളുമായാണ് ഇപ്പോൾ വീണ്ടും സമരവുമായി തെരുവിലിറങ്ങേണ്ട അവസ്ഥയുണ്ടായിരിക്കുന്നതെന്നും അതിന് കാരണം വലിയ രീതിയിലുള്ള വിദ്വേഷ ആക്രമണങ്ങൾ ഇന്ത്യയിൽ ക്രിസ്ത്യൻ സമൂഹത്തിന് നേരിടേണ്ടി വരുന്നത് കൊണ്ടാണെന്നും ക്രൈസ്തവ സംഘടനകൾ വേദനയോടെ ഭയത്തോടെ പറഞ്ഞത് സുരേഷ് ഗോപിക്ക് അറിയാമോ? ക്രൈസ്തവ സംഘടനകൾ പ്രക്ഷോഭത്തിലൂടെ അന്ന് മുന്നോട്ട് വെച്ച 6 ആവശ്യങ്ങൾ എന്താണെന്ന് സുരേഷ് ഗോപിക്ക് ഓർമ്മയുണ്ടോ? 1. ക്രിസ്ത്യൻ മത നേതാക്കൾക്കും വിശ്വാസികൾക്കും നേരെയുള്ള ശാരീരികവും വാക്കാലുമുള്ള ആക്രമണങ്ങൾ തടയുക. 2. ക്രിസ്ത്യൻ പള്ളികൾ തീ വച്ച് നശിപ്പിക്കുന്നത് തടയുക. 3. പ്രാർത്ഥനാ ശുശ്രൂഷകൾ തടസ്സപ്പെടുത്തുകയും മതപരമായ ഒത്തുചേരലുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്യുന്നതിനെതിരെ. 4. നിർബന്ധിതവും വഞ്ചനാപരവുമായ മതപരിവർത്തനം നടത്തുന്നുവെന്ന തെറ്റായ ആരോപണത്തിനെതിരെ. 5. നിർബന്ധിതമായ രീതിയിൽ ഹിന്ദു മതത്തിലേക്കുള്ള ഖർവാപ്പസി പരിവർത്തന ചടങ്ങുകൾക്കെതിരെ. 6. ആരാധനാലയങ്ങൾ സ്ഥാപിക്കാനും പ്രവർത്തിപ്പിക്കാനുമുള്ള അനുമതി നിഷേധിക്കലിനെതിരെ. സമരം മാത്രമല്ല, രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും സംസ്ഥാന മുഖ്യമന്ത്രിമാർക്കും ലോക്സഭ രാജ്യസഭ MP മാർക്കും
അന്ന് ക്രൈസ്തവ സംഘടനകൾ നിവേദനം നൽകിയിരുന്നു. വംശഹത്യ പ്രത്യയശാസ്ത്രം അഥവാ വിചാരധാര ഉന്മൂലനം ചെയ്യപ്പെടേണ്ടവരിൽ രണ്ടാം പേരുകാരായി അടയാളപ്പെടുത്തിയിരിക്കുന്ന ക്രിസ്ത്യാനികൾ ജീവിക്കാൻ വേണ്ടി തെരുവിൽ പൊരുതിയത് ആർക്കെതിരെ എന്നറിയാമോ? സുരേഷ് ഗോപിക്ക്. സുരേഷ് ഗോപി ചവിട്ടി നിൽക്കുന്ന സംഘപരിവാർ എന്ന ഭീകര പ്രസ്ഥാനത്തിനെതിരെ ഹിന്ദുത്വവാദികളുടെ ആവശ്യം ജനാധിപത്യ രാജ്യത്ത് ജീവിച്ചിരിക്കെ അംഗീകരിക്കാൻ കഴിയില്ല. ഈയിടെ ഇങ്ങനെയൊരു പ്രസ്താവന നടത്തിയത് ആരാണെന്നറിയാമോ സുരേഷ് ഗോപിക്ക്? ഗുജറാത്ത് എഡ്യൂക്കേഷൻ ബോർഡ് ഓഫ് കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ സെക്രട്ടറി ഫാദർ ടെലിസ് ഫെർണാണ്ടസ് ആണ്. ഇത്തരത്തിലൊരു പ്രസ്താവന നടത്താൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച സംഭവം എന്താണെന്നറിയാമോ സുരേഷ് ഗോപിക്ക്? ഗുജറാത്തിലെ കത്തോലിക്ക സ്കൂളിലെ ക്ലാസ് മുറികളിലും ഓഫീസിലും ഹിന്ദു ദൈവങ്ങളുടെയും ആചാര്യന്മാരുടെയും ചിത്രങ്ങൾ സ്ഥാപിക്കണമെന്ന സുരേഷ് ഗോപിയുടെ പ്രസ്ഥാനത്തിൻ്റെ അഥവാ ഹിന്ദുത്വവാദികളുടെ ആവശ്യം. ഹിന്ദുത്വവാദികൾ സ്കൂളിലെത്തി സരസ്വതി, ഹനുമാൻ തുടങ്ങിയ ദൈവങ്ങളുടെ ചിത്രങ്ങൾ ക്ലാസ് മുറിയിൽ പതിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭീഷണി മുഴക്കി. രാവിലെ സ്കൂളിലെത്തിയ തീവ്രവാദികൾ ഭീഷണികൾക്കൊടുവിൽ വൈകുന്നേരമാണ് മടങ്ങിപ്പോയത്. സ്കൂളിന് നേരെ അക്രമ സാധ്യത നിലനിൽക്കുന്നുണ്ടെന്ന് കാണിച്ച് സ്കൂൾ അധികൃതർ പോലീസിന് സംരക്ഷണം ആവശ്യപ്പെട്ട് വിളിക്കുന്ന സാഹചര്യമുണ്ടായി. ഹിന്ദുത്വവാദികളുടെ ആവശ്യം ജനാധിപത്യ രാജ്യത്ത് ജീവിച്ചിരിക്കെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന ഉറച്ച പ്രഖ്യാപനമാണ് സ്കൂൾ അധികൃതർ അന്ന് നടത്തിയത്. സംഘപരിവാർ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ക്രൈസ്തവർക്കെതിരെ സമാനമായ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നതിനെക്കുറിച്ച് സുരേഷ് ഗോപിക്ക് എന്താണ് അഭിപ്രായം? സ്വന്തം പ്രവർത്തകർ അഴിഞ്ഞാടുന്ന മണിപ്പൂരിനെക്കുറിച്ച് സുരേഷ് ഗോപിക്ക് എന്താണ് അഭിപ്രായം? ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്ക് സമാധാനത്തോടെ ജീവിക്കാനുള്ള അവകാശത്തിന് നേരെയുള്ള താങ്കളുടെ പ്രസ്ഥാനക്കാരുടെ വെല്ലുവിളി ഓർത്തുകൊണ്ടാണോ സുരേഷ് ഗോപി താങ്കൾ ഇന്നലെ കുരുത്തോലയും പിടിച്ച് നടന്നത്? കുരുത്തോല പിടിച്ചാൽ, മാതാവിന് കിരീടം നൽകിയാൽ, അരമനകൾ കയറിയിറങ്ങിയാൽ താങ്കളുടെ സഹപ്രവർത്തകർ ക്രിസ്ത്യാനികളോട് ചെയ്യുന്ന ഈ മഹാക്രൂരതകൾക്ക് ന്യായീകരണമാവുമോ? ഇതിനൊക്കെ താങ്കൾക്ക് എന്ത് മറുപടിയാണുള്ളത്? താങ്കളുടെ നാവിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് താങ്കളുടെ അഭിനയമൊന്നും ഇത്തവണ വിലപ്പോകില്ല. അത് കഴിഞ്ഞ ആഴ്ച തൃശ്ശൂരിലെ മറ്റൊരു പള്ളിയിൽ ചെന്നപ്പോൾ വികാരി പറഞ്ഞിരുന്നല്ലോ. അത് സോഷ്യൽ മീഡിയയിൽ തപ്പിയാൽ കാണാം, വൈറലാണ്.